നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ ഹ്യൂമൻ വേയിൽ നേരിടാനാണ് നമ്മുടെ ഹ്യൂമൻ ടെൻഡൻസി. മാനുഷികമായി ഇതിനെ നേരിടാനാണ്. അതിനെന്താ പരിപാടി? അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ അവൻ അതല്ല ചെയ്തത്. അവൻ എന്ത് ചെയ്തു? അവൻ ഉടനെ തന്നെ എഴുന്നേറ്റ് വസ്ത്രം കേളി തലചിരിച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ഹി വർഷിപ്ഡ്. ജോബ് arose and rent his mantle and shaved his head and fell down upon the ground and he worshipped. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധിയുടെ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? നോർമൽ വേയിൽ അതിനെ എങ്ങനെ നമുക്ക് നേരിടാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് തലപുണ്ണാക്കി നമ്മൾ അതിനുള്ള മാർഗങ്ങളെ കണ്ടെത്തുകയാണ്. ആരെ പിടിച്ചാൽ പറ്റും? നമ്മളെപ്പോഴും പറയും അയാളെ ഒന്ന് ഒതുക്കണമല്ലോ, ആരെ പിടിച്ചാൽ പറ്റും, ഇതാണ് നമ്മൾ നോക്കുന്നത്. ദാറ്റ് ഇസ് ക്വൈറ്റ് ഹ്യൂമൻ. പണ്ട് കാലത്ത് അങ്ങനല്ല. പണ്ട് കാലത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ദൈവസന്നിധിയിൽ താഴുകയായിരുന്നു, കർത്താവിനോട് ചോദിക്കുകയായിരുന്നു, കർത്താവിൻ്റെ അടുത്തേക്ക് പോകുകയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഒരുപക്ഷെ നമുക്കിപ്പോൾ എബിലിറ്റിയൊക്കെ കൂടിയതുകൊണ്ടാണെന്ന് ഞാൻ ചിന്തിക്കുന്നത്. സാഹചര്യമില്ലെങ്കിൽ നമ്മളെല്ലാം ചിലപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചേക്കും. ഞാൻ പെന്തക്കോസ്ത് ആശയങ്ങളും പ്രതീക്ഷകളും എന്നുള്ള ബുക്കിനകത്ത് ഒരു ഇമാജിനറി സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. ഇയ്യോബിനെ പരീക്ഷിച്ച് സാത്താൻ ഈ മലങ്കരയിലൂടെ ഒക്കെ നടന്നു കഴിഞ്ഞിട്ട് തിരിച്ച് ചെന്നപ്പോഴത്തേക്ക് ദൈവം ചോദിച്ചു, നീ എവിടെ പോയിട്ട് വരിക? നീ ഊടാടി സഞ്ചരിച്ചിട്ട് വരിക? നീ മലങ്കരയിലെ വിശ്വാസികളെയൊക്കെ കണ്ടോ? പെന്തക്കോസ്തുകാരെയൊക്കെ കണ്ടോ? നീ അവരെ പോലെ എന്നെ ഇപ്പോഴല്ല, ഒരു 50-60 വർഷം മുമ്പത്തെ കാര്യമാണ് പറഞ്ഞു, ഇപ്പോഴത്തെ കാര്യമല്ല. ഇപ്പോഴത്തെ കാര്യമൊന്നും പറയാതിരിക്കുക ഭേദം. അപ്പം എൻ്റെ വിശ്വാസികളെ കണ്ടോ? അവരെ പോലെ ദൈവഭക്തരും നിഷ്കളങ്കരും കള്ളം പറയാത്തവരും കോടതി പോകാത്തവരും കേസ് കൊടുക്കാത്തവരും ചിട്ടി പിടിക്കാത്തവരും. അന്നൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. കേസ് പറയത്തില്ല, കോടതി പോകത്തില്ല, ചിട്ടി കൂടത്തില്ലായിരുന്നു. ചിട്ടി പലിശയ്ക്ക് കൊടുക്കത്തില്ല, പലിശ വാങ്ങത്തില്ല. അങ്ങനത്തെ ആളുകളായിരുന്നു. അങ്ങനെയുള്ള അവർ പോലീസിൻ്റെ പുറകെ പോകത്തില്ല, രാഷ്ട്രീയക്കാരുടെ പുറകെ പോകത്തില്ല. നീ കണ്ടില്ലേ അവരെ? ഇത്ര ഭക്തന്മാരായ ആളുകൾ ലോകത്തിലൂടെ ഉണ്ട്. സാത്താൻ തിരിച്ചാ പറഞ്ഞ്, അവരിപ്പം രാഷ്ട്രീയക്കാരുടെ പുറകെ പോകണമെങ്കിൽ അവർക്ക് രാഷ്ട്രീയക്കാരെ വല്ലതും അറിയാവും. അപ്പോൾ അവർ മരുന്ന് കഴിക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മരുന്ന് കഴിക്കണമെന്ന് വെച്ചാൽ ഡോക്ടർ കൊടുക്കാൻ പൈസ ഉണ്ടോ? അവർക്ക് എന്തോ ഉള്ളത്? അവർക്ക് പൈസ ഇല്ല, അവർക്ക് വരുമാനമില്ല, അവർക്ക് വീടില്ല, അവർക്ക് വിദ്യാഭ്യാസം ഉള്ളവരില്ല, അവർക്ക് ഡോക്ടേഴ്സ് കൂടില്ല, അല്ലെങ്കിൽ അവർക്ക് രാഷ്ട്രീയ പിടിപാടില്ല, അവർക്കൊന്നുമില്ല. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരെന്തോ ചെയ്യും? നിൻ്റെ അടുത്ത് വരും. എന്തോ വന്നാലും അവർക്ക് നിന്നെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാനുള്ള കാര്യം? അവർക്ക് ആശ്രയിക്കാൻ വേറെ ഒന്നും ഇല്ല. ഉടനെ ദൈവം പറഞ്ഞു, അങ്ങനൊന്നുമല്ല, അവർക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും അവരെന്നെ ആശ്രയിക്കും. സ്റ്റോറിയാണ്. അല്ലെങ്കിൽ നീ ചെന്ന് അവർക്ക് ഇതെല്ലാം ഒന്ന് കൊടുത്തു നോക്ക്. സാത്താൻ വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? നമുക്കിഷ്ടം പോലെ വിദ്യാഭ്യാസമുള്ളവരെ തന്നു, പണം തന്നു, പദവികൾ തന്നു, വലിയ വീടുകൾ തന്നു, ഡോക്ടേഴ്സിനെ തന്നു, നേഴ്സസിനെ തന്നു, അതുകൂടാതെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് തന്നു, അത് തന്നു, ഇത് തന്നു, എല്ലാം അങ്ങ് തന്നു. പോലീസിൽ പിടിപാട് തന്നു, രാഷ്ട്രീയ പിടിപാട് തന്നു. അപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചത്? ഇപ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഓടി പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, രാഷ്ട്രീയക്കാരനെ കാണുന്നു, ഡോക്ടറെ കാണുന്നു, പൈസ മുടക്കുന്നു. എല്ലാം നമുക്ക്, അതായത് ഇയ്യോബിൻ്റെ കാര്യത്തിലെല്ലാം എടുക്കുകയായിരുന്നെങ്കിൽ നമ്മുടെ കാര്യത്തിലെല്ലാം എനിക്ക് തന്നെന്നുള്ളതേ ഉള്ളൂ. ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ ആശ്രയിക്കുന്നത് നമുക്ക് ദൈവം തന്നതിലാണ് ആശ്രയിക്കുന്നത്, ദൈവത്തിലല്ല. ഒന്നുമില്ലാതിരുന്നപ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു, എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കിട്ടിയതിൽ ആശ്രയിച്ചു. ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലാക്കണം. ഇതല്ലേ വാസ്തവത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഹാസ് ഹാപ്പൻഡ്. ഓക്കെ, ഒന്നുമില്ലാതിരുന്നപ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു, എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ കിട്ടിയതിനകത്ത് ആശ്രയിച്ചു. ഇന്നിപ്പോൾ രാഷ്ട്രീയക്കാർ നിരങ്ങി നടക്കുകയാണ്. നമ്മുടെ മീറ്റിങ്ങുകളെല്ലാം ഉദ്ഘാടനം ചെയ്യുന്ന രാഷ്ട്രീയക്കാരൻ അവന് പ്രാർത്ഥിക്കാൻ അറിയാൻ വയ്യാത്തവന് പിന്നെ അവന് വേണ്ടി സ്പെഷ്യൽ പ്രെയർ, എന്തെല്ലാം കാര്യങ്ങളാണ്. അവൻ ഇവിടെയും പോകും, നാളെ അമ്പലത്തിലും പോകും. അവനെന്തോന്ന്, അവനിത് വോട്ട് കിട്ടാൻ വേണ്ടി അവൻ എന്ത് വേണമെങ്കിലും കാണിക്കും, ഇല്ലേ? അവൻ മുമ്പിലോട്ട് വന്ന് പ്രൈസ് ദ ലോർഡ് എന്ന് പറയുന്നത് എന്തുവാ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് പറയുന്നതാണോ? ആണോ? ഒന്നുമല്ല. അതങ്ങോട്ട് മാറിയാൽ ഓം നമഃശിവായ പറയും, അപ്പുറത്ത് പോയാൽ അല്ലാഹു അക്ബറും പറയും. അവൻ എവിടെ പോയാലും തോന്നും. ഒരാളുടെ കാര്യം മാത്രമൊന്നുമല്ല ഞാൻ പറയുന്നത്. അതാണ് രാഷ്ട്രീയം. നമ്മളെന്തിനാണ് ഇവരുടെ പുറകെ പോകുന്നത് എനിക്ക് മനസ്സിലാകാത്തത്. നമ്മളെന്തിനാണ് ഇവരുടെ പുറകെ പോകുന്നത്? നേരത്തെ അറിയത്തില്ലായിരുന്നു, അന്നേരം കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് എന്നറിയാം, ബ്രദറെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ നമ്മളൊരു പ്രതിസന്ധിയിൽ വരുമ്പം ഒരു പിടി അവിടെയും കിടക്കട്ടെ, ഇല്ലേ? എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് വി ലോസ്റ്റ് അവർ ട്രസ്റ്റ് ഇൻ ഗാഡ്. ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം നഷ്ടപ്പെട്ടതാണ് ഇതിൻ്റെ കാരണം. ദൈവത്തിലുള്ള ആശ്രയം നഷ്ടപ്പെട്ടാൽ നമ്മൾ മാനുഷിക ആശ്രയത്തിലേക്ക് പോകും. എന്നാൽ ഇയ്യോബിനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താ ചെയ്യുന്നത്? അവൻ ഈ പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവൻ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ഹി വർഷിപ്പ് ഗാഡ്. വർഷിപ്പിന് അവന് കീബോർഡ് വേണ്ട,
അവന് പ്രത്യേക സാഹചര്യങ്ങളൊന്നും വേണ്ട, 20,000 വാട്ട്സ് മ്യൂസിക് വേണ്ട, ഒന്നും വേണ്ട, ഒന്നുമില്ല, ഒരു സാഹചര്യവുമില്ല. അവൻ സാഷ്ടാംഗം വീണ് നിലത്ത് വീണ് നമസ്കരിക്കുന്നത് നമ്മൾ കാണുന്നു. ദിസ് ഈസ് വാട്ട് വി ആർ സീയിങ്. വൈ? ഹി ഹാഡ് ട്രസ്റ്റ് ഇൻ ഗാഡ്. അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. അവൻ താഴെ വീണു. എന്നിട്ട് അവൻ പറയുന്ന കാര്യം, നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി ഞാൻ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ ഞാൻ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോക്ക്, ഇവിടെ ജോബ് ഈസ് ലുക്കിംഗ് ബാക്ക്. ആദ്യം അവൻ പുറകിലോട്ട് നോക്കി. ഞാൻ എവിടുന്നാണ് വന്നത്? എങ്ങനെയാണ് വന്നത്? എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഞാൻ വന്നത് എങ്ങനെയാണ്? ഞാനൊന്നും കൊണ്ടൊന്നുമല്ല. ഇതെല്ലാം ആര് തന്നതാണ്? യഹോവ തന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും? ഹി ഈസ് ലുക്കിംഗ് ഫോർവേഡ് ഓർ എഹെഡ്. ഹി ഈസ് ലുക്കിംഗ് ബാക്ക്, ഈസ് ലുക്കിംഗ് എഹെഡ്. പുറകോട്ട് നോക്കി അവൻ്റെ ജനനത്തെ അവൻ കണ്ടു, മുന്നോട്ട് നോക്കി അവൻ്റെ മരണത്തെ അവൻ കാണുന്നു. അതെന്താ പറയുന്നത്? ഞാൻ നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. അവൻ്റെ ജനനത്തെയും അവൻ്റെ മരണത്തെയും, ഇതിനിടയ്ക്കുള്ള ഒരു ചെറിയ കാലയളവ്. ഈ കാലയളവിൽ എന്തൊക്കെയോ കർത്താവ് എനിക്ക് തന്നു. അതിനിടയ്ക്ക് കർത്താവ് ചിലത് എടുത്തു. ഫിനിഷ്. ഐ ഡോണ്ട് ഫൈൻഡ് എനി ബിഗ് ഇൻ ദീസ് തിങ്സ്. ഇതിനകത്തൊന്നും ഞാൻ വലിയ കാര്യമൊന്നും കാണുന്നില്ല. യഹോവ തന്നു, യഹോവ എടുത്തു. യഹോവ എനിക്ക് എന്തിനാണ് തന്നത്? അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി. യഹോവ എന്തിനാണ് എടുത്തത്? അതും അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി. അവൻ്റെ നാമം, ലെറ്റ് ദ നെയിം ഓഫ് ദ ലോർഡ് ബി ബ്ലെസ്ഡ്. അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദാറ്റ്സ് ഓൾ. വളരെ കൂളായിട്ട് അവനത് പറയുകയാണ്, വളരെ കൂളായിട്ട്. അതവന് ഒരു ഭീതിയോടെയോ ഒന്നും അല്ല പറയുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. ഭീതിയോടെയോ അല്ലെങ്കിൽ ഒരു പരിധി വരെ ചിലപ്പോൾ ആളുകൾ ചിന്തിക്കാറുണ്ട്. നമ്മൾ ഈ പാട്ടൊക്കെ പാടുമ്പോൾ നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നല്ല പാട്ടാണ്. നഗ്നനായി തന്നെ പോകും എന്നല്ല നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പോകേണ്ടി വരുമല്ലോ. നഗ്നനായി ഞാൻ ലോകത്തിലേക്ക് വന്നു, നഗ്നനായി തന്നെ ഞാൻ പോകും എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ പറയുമ്പോഴത്തേക്ക് പോകേണ്ടി വരുമല്ലോ എന്ന കാര്യം, പോകാൻ മനസ്സൊന്നുമില്ല. ഏതാ അങ്ങനെ ഒരു സ്റ്റേജിലാണ് നമ്മൾ പലപ്പോഴും പാട്ട് പാടുന്നത്. പക്ഷേ ഇയ്യോബ് ഇത് പറയുന്നത് ഒരു റെസൊല്യൂഷനാണ്. ഇയ്യോബ് പറയുന്നത്, ഞാൻ നഗ്നനായിട്ടാണ് ലോകത്തിലേക്ക് വന്നത്. ഞാൻ തിരിച്ചു പോകുമ്പോഴും ഞാൻ നഗ്നനായിട്ട് തന്നെ പോകും. ഈ ഭൂമിയിലുള്ളതൊന്നും എന്നെ പറ്റിപ്പിടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എത്രയൊക്കെ യഹോവ തന്നോ യഹോവ എടുത്തോ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. വെൻ ഗാഡ് ഗിവ്സ് മീ സംതിങ്, ദൈവം എനിക്ക് എന്തെങ്കിലും തരുമ്പോൾ അതിനെ ഞാൻ പറ്റിപ്പിടിച്ചിരിക്കത്തില്ല. തന്നത് ദൈവമാണ്. തന്നത് എന്തിനാണ്? ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു മിഷന് വേണ്ടി കർത്താവ് എനിക്ക് തന്നു, ഞാനത് ഉപയോഗിക്കുന്നു. പക്ഷെ മടങ്ങിപ്പോകുമ്പോൾ ഞാനത് കൊണ്ടുപോകത്തില്ല. എനിക്കറിയാം, അങ്ങനെ ഞാൻ കൊണ്ടുപോകാനായിട്ട് ഞാൻ ഇതിനോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കത്തില്ല. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അവനിത് പറയുന്നത്, നമ്മളേലും പറയും എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അവനിത് പറഞ്ഞല്ലോ. ശരിയാണ്, എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഇത്ര കൂളായിട്ട് ഇത് പറയാൻ കഴിഞ്ഞതിൻ്റെ കാര്യം എന്നറിയാമോ? എല്ലാം ഉണ്ടായിരുന്നപ്പോഴും ഇവനിതൊരു 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാം ഉള്ളപ്പോഴും ഇത് യഹോവ തന്നതാണെന്നും യഹോവയ്ക്ക് പൂർണ്ണമായും എടുക്കാനുള്ള അവകാശം ഉണ്ടെന്നും പറയുന്നുവെങ്കിൽ തീർച്ചയായും എല്ലാം നഷ്ടപ്പെടുമ്പോൾ ഒരു മനപ്രയാസമില്ലാതെ ഇത് പറയാനായിട്ട് നമുക്ക് കഴിയും. നമുക്ക് പലപ്പോഴും ഉള്ള കാര്യം കിട്ടുമ്പം പറ്റിപ്പിടിക്കും. അതുകൊണ്ട് ഇട്ടേച്ച് പോകാനുള്ള മനസ്സ് നമുക്ക് ഇല്ല. യഹോവയല്ലേ തന്നത്, അവനെടുത്തോട്ടെ. അവന് ഇഷ്ടമുള്ളപ്പോൾ തരാം, ഇഷ്ടമുള്ളപ്പോൾ എടുക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ ഈ മിഷൻ ഫീൽഡിൽ പോകുമ്പോൾ പലപ്പോഴും എനിക്ക് ഈ മണി കൈകാര്യം ചെയ്യാൻ, ഇവിടെ ആഫ്രിക്കയിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും നോർമലി പൈസ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ മിഷണറീസ് ആരെങ്കിലും ഒക്കെ. അപ്പോൾ ഞാൻ ചിലപ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയാം, ഐ ഗിവ് മൈ പേഴ്സ് എടുത്തിട്ടാണ് ഇത് വെച്ചോടാ, എന്നിട്ട് പിന്നെ ഈ സ്പെൻഡിങ് മണി. അങ്ങനെ ഇരിക്കുമ്പോൾ ആർക്കെങ്കിലും എനിക്ക് എന്തെങ്കിലും ഇച്ചിരി പൈസ ആർക്കെങ്കിലും കൊടുക്കണമെന്ന് പോലും തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പറയാമെന്ന് വെച്ചു. ഒരാളെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അവനൊരു 1000 രൂപ കൊടുക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ആ പേഴ്സ് ഇങ്ങോട്ട് തന്നെ, എൻ്റെ പേഴ്സാണ്, ഞാൻ പേഴ്സ് ഇങ്ങോട്ട് തിരിച്ചു വാങ്ങിച്ചു. കണ്ടോ അച്ഛൻ എനിക്ക് പേഴ്സ് തന്നേച്ച് ഇപ്പോൾ തിരിച്ചെടുത്തു എന്ന് പറയുമോ? ഇല്ല. കാര്യം എന്തിനാണ് അവൻ്റെ കയ്യിൽ ഈ പേഴ്സ് കൊടുത്തത്? എന്തിനാ? ഓരോ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ആ പേഴ്സ് അങ്ങോട്ട് കൊടുത്തു. ഇപ്പോഴെന്തിനാ ഞാനിങ്ങോട്ട് തിരിച്ചെടുത്തു? അതിനെന്താ? ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അത് അവനെ ബാധിക്കേണ്ട കാര്യമില്ല. ദൈവം എൻ്റെ തരുന്നു, ഇടയ്ക്ക് ദൈവം എടുക്കുന്നു, എന്നെ ഇത് ബാധിക്കേണ്ട കാര്യം ഇല്ല. ഇത് എൻ്റെ ആണെന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുമ്പോഴാണല്ലോ എന്ത് സംഭവിക്കുന്നത്? അത് പോകുമ്പോൾ എനിക്ക് മനപ്രയാസം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏത് നഷ്ടത്തിൻ്റെ സമയത്തും അത് യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നഗ്നനായി ഞാൻ ലോകത്തിലേക്ക് വന്നു, നഗ്നനായി തന്നെ ഞാൻ പോകും. അത് ഒരു റെസൊല്യൂഷനാണ് അല്ലേ? 1 തീമോഥെയോസ് 6-ാം അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ഇഹലോകത്തിലേക്ക് നമ്മൾ യാതൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഈ ലോകത്ത് നമുക്കൊന്നും തിരിച്ചു കൊണ്ടുപോകാനും
കഴിയുകയില്ല. ഇവിടെ ജീവിക്കുന്ന സമയത്ത് ദൈവം നമുക്ക് തരുന്ന കാര്യങ്ങൾ ദൈവനാമമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുകയല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. സമ്പത്തിനോടുള്ള നമ്മുടെ മനോഭാവം വളരെ വ്യത്യസ്തമാക്കിയേ പറ്റൂ. ഇല്ലായിരുന്നപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു, ഉണ്ടായപ്പോൾ പറ്റിപ്പിടിക്കുന്ന ഒരു അവസ്ഥ അല്ലേ. നാളെ ഇത് പോകും, പൊക്കോട്ടെ, മറ്റന്നാൾ കിട്ടിക്കോട്ടെ. ഇതൊന്നും നമ്മുടെ ജീവിതത്തെ ബാധിക്കാത്ത 22-ാമത്തെ വാക്യത്തിലൂടെ പറഞ്ഞു, ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. ദൈവം എന്താ ഇങ്ങനെ ചെയ്തതെന്ന് അവൻ ഒരിക്കലും ചോദിച്ചില്ല. ദൈവം ചെയ്തത് ശരിയായില്ലെന്ന് അവൻ പറഞ്ഞില്ല. അതാണ് അവൻ്റെ ഭക്തിയുടെ പ്രത്യേകത, അവൻ്റെ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് അതാണ്. അതിനുശേഷം അടുത്ത അധ്യായത്തിൽ വരുമ്പോഴത്തേക്ക് വീണ്ടും അവൻ്റെ ശരീരത്തെ തന്നെ, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ആ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നില്ല, സാത്താൻ പിന്നെയും ചെന്നിട്ട് ഇതിനകത്ത് അവൻ പാപം ചെയ്യാതെ വന്നപ്പോഴത്തേക്ക് സാത്താൻ പിന്നെയും ചെന്നിട്ട് പറഞ്ഞു, അതെ, വസ്തുവിനോട് അവൻ അത്രയും വലിയ താല്പര്യമില്ല, പക്ഷേ ത്വക്കിന് പകരം ത്വക്ക്, ശരീരത്തിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഏത് മനുഷ്യനും എന്താണ് അവിടെ പറഞ്ഞ് അവൻ സാത്താൻ യഹോവയുടെ ത്വക്കിന് പകരം ത്വക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തൻ്റെ ജീവന് പകരം കൊടുത്തു കളയും. നിന്റെ കൈ നീട്ടി അവൻ്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക, അവൻ നിന്റെ മുഖത്ത് നോക്കി ത്യജിച്ച് പറയുമെന്ന് പറഞ്ഞു. ശരിയാണ്, പണം പോകുന്നത് പോലെയല്ല നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യവും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത്. ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജുവലായിട്ട് പോകുന്നത്. ഒരു വയറ്റിളക്കം വന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ നമ്മൾ പ്രാർത്ഥിച്ച് പോകും, ഓട്ടോമാറ്റിക്കായിട്ട് പ്രാർത്ഥിച്ച് പോകും, കർത്താവേ ഇതൊന്ന് നിർത്തി തരണമെന്ന്. അത്രയ്ക്കൊക്കെ ഉള്ളൂ നമ്മുടെ എല്ലാ ശക്തിയും. ശരിയല്ലേ? പൈസ പോയാൽ ചിലപ്പോൾ അത്രയും പ്രശ്നം നമുക്കുണ്ടാകത്തില്ല. പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ വേദനയും, ഒരു പല്ലുവേദന വന്നാൽ നമുക്കറിയാമല്ലോ, നമ്മളിതെല്ലാം അനുഭവിക്കുന്നതല്ലേ. ഒരു പല്ലുവേദന വന്നാൽ നമ്മൾ ചിന്തിക്കും, കർത്താവേ പല്ലുവേദന വഴി എന്തോ വേദന വന്നാലും കുഴപ്പമില്ലെന്ന് പറയും. ചെവി വേദന വരുമ്പോഴാണ് അറിയുന്നത്, പല്ലുവേദന ഒരു പ്രശ്നവും ഇല്ലായിരുന്നു, ചെവി വേദന വന്നപ്പോഴാണ് എന്തോ നമ്മൾ. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ സ്വാഭാവികമായ നോർമൽ കാര്യങ്ങളല്ലേ. ദീസ് ആർ ഓൾ നോർമൽ തിങ്സ്. അതുകൊണ്ട് സാത്താൻ പറഞ്ഞ കാര്യം ഇതാണ്, നോർമൽ പീപ്പിളിന് അവൻ്റെ ശരീരത്തെ സ്പർശിച്ചു കഴിഞ്ഞാൽ അവൻ പറയും, ഇല്ല, ദൈവം എന്നെ, അവൻ നീ കൈനീട്ടി അവൻ്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ച് പറയും എന്ന് പറഞ്ഞു. സാത്താൻ ആരോട് പറയാണ്? ദൈവത്തോട് പറയാണ്, നീ കൈനീട്ടി അവൻ്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക. അപ്പോൾ രോഗം വരണമെങ്കിൽ ആരനുവദിച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ രോഗം കൊണ്ടുവരുന്ന ദുഷ്ടപിശാചിനെ ഒന്നും ആരും ശാസിക്കണ്ട. ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. നിനക്ക് രോഗം വരണമെങ്കിൽ, ദൈവമക്കളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല. ദൈവമക്കളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയോ രോഗം ഉണ്ടാകണമെങ്കിൽ ആരനുവദിച്ചാലേ വരികയുള്ളൂ, ദൈവം. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അവിടെ പറയുകയാണ്, നീ കൈനീട്ടി അവൻ്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി തേച്ചു പറയും. യഹോവ സാത്താനോട്, ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, അവൻ്റെ പ്രാണനെ മാത്രം തൊടരുത്. അങ്ങനെ സാത്താൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു? അവൻ്റെ ഇയ്യോബിനെ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരിക്കളാൽ ബാധിച്ചു. അവൻ ഓട്ടിൻ കഷ്ണം എടുത്ത് ചുരണ്ടിക്കൊണ്ടിരുന്നു, ചാരത്തിൽ പോയിരുന്നു. എ കൈൻഡ് ഓഫ്, നിങ്ങൾ ആ ഭാഗമൊക്കെ വായിക്കുമ്പോഴത്തേക്ക്. പക്ഷേ ആ സമയത്ത് പോലും അവൻ ദൈവത്തെ തള്ളിക്കളഞ്ഞില്ല. അവൻ ചാരത്തിലിരുന്നു. അവൻ്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. അവൻ അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. ഇതെല്ലാം സംഭവിച്ചപ്പോഴും നോക്ക്, സംതിങ് വണ്ടർഫുൾ. ഇതാണ് നമ്മുടെ റെസ്പോൺസ് എന്തായിരിക്കണം എന്നുള്ളതിന് ഇതിക്കുള്ള എന്ത് ഉദാഹരണം വേണ്ട. അവൻ്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞത്, നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. നീ ദൈവത്തെ ഇത്രയും ഭക്തൻ, ദൈവം തന്നെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും ഭക്തൻ നീയാണെന്ന്. ഇനി എന്തിനാ ഈ ഭക്തി പിടിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനിയെങ്കിലും നിന്റെ ഭക്തി മുറുകെ പിടിക്കുന്നത്, അല്ലെങ്കിൽ നിന്റെ ഭക്തി മുറുകെ പിടിക്കുന്നത് നിർത്തിയിട്ട് ദൈവത്തെ ത്യജിച്ച് മരിച്ചു കളക. അപ്പോഴവൻ ചോദിക്കുകയാണ്, നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത് എന്താണ്? Thou speaketh as one of the foolish women. നീ എന്താ പൊട്ടി സംസാരിക്കുന്ന പോലെ, ഫൂളിഷായിട്ട് സംസാരിക്കുന്നത്? എന്തോ ഇതിന് ഇത്ര വലിയ ഫൂളിഷ്നെസ്? ആ വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. നീ ദൈവത്തെ ത്യജിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുന്ന പറഞ്ഞാൽ പിന്നെയും ബുദ്ധി ഉണ്ടെന്ന് പറയാം. ഇതിപ്പോൾ എന്താണെങ്കിലും ചാകുമെന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ പിന്നെ ദൈവത്തെ ത്യജിച്ചിട്ട് ചാകുന്ന എന്തിനാണ്? ഇല്ലേ? ദൈവത്തെ ത്യജിച്ചിട്ട് അപ്പോൾ അതിനകത്ത് വല്ല ബുദ്ധി വല്ലതും ഉണ്ടോ? ദൈവത്തെ ത്യജിച്ചാലും രക്ഷപ്പെടുമെങ്കിൽ പിന്നെയും വേണ്ടുകയല്ല. ഇവിടെ പറയുന്നത് ദൈവത്തെ ത്യജിച്ച് നീ ചത്ത് കളക.